കോലാഹലഡ്യം ലസൽപീതവാസോവസാനം ചലന്തം യശോദാംഗണേ യോഗിനാമപ്യഗമ്യം ഭജേഹം മുകുന്ദം ഘനശ്യാമവർണം. എല്ലാവർക്കും ജ്യോതിർഗംഗയുടെ ജ്യോതിഷ പഠനത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ സൂര്യാദി ബുധപര്യന്തം ഗ്രഹങ്ങളുടെ പൂർണ്ണമായ ഭാവഫലത്തിന് ശേഷം വ്യാഴത്തിന്റെ ഭാവഫലത്തിലാണ് എത്തിയിരിക്കുന്നത്. അതിൽ തന്നെ അഷ്ടമഭാവത്തിൽ വ്യാഴം നിന്നാൽ അനുഭവിക്കേണ്ടതായ ഫലവിഷയത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാനുള്ളത് 9ാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ അനുഭവിക്കുന്ന ഫലവിഷയത്തെ കുറിച്ചാണ്. ആയതിനെ നമുക്കൊന്ന് പരിശോധിക്കാം. ചതുർഭൂമികം തദ്ഗൃഹം തസ്യ ഭൂമി പതേർവല്ലഭോ വല്ലഭാ ഭൂമി ദേവാം ഗുരൗ ധർമ്മഗേ ബാന്ധവാസുർവിനീത സദാലസ്യത ധർമ്മവൈഗുണ്യകാരി. ഒന്നുകൂടി ചൊല്ലാം. ചതുർഭൂമികം തദ്ഗൃഹം തസ്യ ഭൂമിപതേർവല്ലഭോ വല്ലഭാ ഭൂമി ദേവാം ഗുരൗ ധർമ്മഗേ ബാന്ധവാസുർവിനീത സദാലസ്യത ധർമ്മവൈഗുണ്യകാരി. ചതുർഭൂമികം തദ്ഗൃഹം തസ്യ ഭൂമി ഭൂമിപതേർവല്ലഭോ വല്ലഭാ ഭൂമിദേവാഃ ഗുരൗ ധർമ്മഗേ ബാന്ധവാസ്യുർവിനീതാഃ സദാലസ്യത ധർമ്മ വൈഗുണ്യകാരി. ഇങ്ങനെയാണ് പ്രമാണം നിലനിൽക്കുന്നത്. അതിലാദ്യം ഗുരൗ ധർമ്മഗേ. ധർമ്മഗേ ഗുരൗ. ധർമ്മം എന്ന് പറഞ്ഞാൽ 9ാം ഭാവത്തിന്റെ മറ്റൊരു പേരാണ് ധർമ്മം. ഭാഗ്യ ധർമ്മ ദയാ പുണ്യ തപസ്താത സുതാത്മജ എന്ന് 9ാം ഭാവത്തിൽ പറയപ്പെട്ടത് കൊണ്ടാണ് ധർമ്മം എന്നുള്ളതായ പേര് 9ാം ഭാവത്തിന് വന്നിട്ടുള്ളത്. ഗുരൗ ധർമ്മഗേ, 9ാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. എന്നിട്ട് കാര്യം പറയുകയാണ്. കാര്യം പറയുമ്പോൾ എങ്ങനെയാണ്? ചതുർഭൂമികം തദ്ഗൃഹം. ആർക്കാണോ 9ാമത്തെ രാശിയിൽ വ്യാഴം നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ഗൃഹം വീട് ചതുർഭൂമികമായിരിക്കും, 4 കെട്ടോട് കൂടിയതായിരിക്കും എന്ന് അർത്ഥം. ഒമ്പതാം ഭാവത്തിൽ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ പ്രശ്നവിഷയങ്ങളൊക്കെ ആണെങ്കിൽ പണ്ട് കാലത്ത് നിങ്ങളുടെ വീട് ഒരു 4 കെട്ടായിരുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നീട് അടുത്ത വരിയിൽ തസ്യ ഭൂമിപതേർവല്ലഭോ, ഭൂമിപതിക്ക് വല്ലഭനായിത്തീരും. ഭൂമിപതി എന്ന് പറഞ്ഞാൽ രാജാവ്, ഭൂമിയെ ഭരിക്കുന്നയാള്. അപ്പൊ രാജാവ്, രാജാക്കന്മാർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതായ വ്യക്തിയായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ സമൂഹത്തിൽ ഉന്നതമായ രാജപദവികളൊക്കെ അംഗീകരിക്കുന്നതായ വ്യക്തികൾക്കൊക്കെ ഇദ്ദേഹത്തിനോട് വലിയ ബഹുമാനവും സ്നേഹവും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കണം. 9ൽ വ്യാഴമുള്ളതായ വ്യക്തിക്ക് എത്ര രാജ പദവിയിലിരിക്കുന്നതായ വ്യക്തികളെയും സ്വാധീനിക്കാനുള്ളതായ ഒരു പ്രത്യേകമായ ഭാഗ്യം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം എന്നർത്ഥം. വല്ലഭാ ഭൂമിദേവ, ഭൂമിദേവന്മാർക്കും വല്ലഭനായിരിക്കും. ഭൂമിപതി എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് രാജാവിനെ കുറിച്ചും ഭൂമിദേവൻ എന്നുള്ളതായ പ്രയോഗം ബ്രാഹ്മണരെ കുറിച്ചുമാണ് പറയപ്പെട്ടിട്ടുള്ളത്.
ഭൂപതി എന്ന് പറഞ്ഞാൽ രാജാവാണ്. ഭൂമിദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹീദേവേശ ശാപോദ്ഭവം രോഗം എന്ന് പറയുന്നുണ്ട്. അതിലൊക്കെ എന്താണ് ബ്രാഹ്മണരെയാണ് കാണിക്കുന്നത്. ബ്രാഹ്മണർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടതായ വ്യക്തിയായിരിക്കും എന്നർത്ഥം. ഗുരൗ ധർമ്മകേ ബാന്ധവാസുർവിനീതാഃ. ധർമ്മകേ ഗുരൗ 9-ാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ ബാന്ധവാഹ ബന്ധുജനങ്ങൾ വളരെയധികം വിനീതനായി ഇദ്ദേഹത്തോട് പെരുമാറുന്ന അവസ്ഥ ഉണ്ടാവുന്ന അർത്ഥം. ബാന്ധവാസുർ വിനീതാഹ. ബന്ധുജനങ്ങളൊക്കെ വിനയത്തോടുകൂടി ഇദ്ദേഹത്തോട് പെരുമാറുന്നതായ അവസ്ഥ ഉണ്ടാകും. സദാലസ്യത, സദാ ആലസ്യത, എല്ലാ സമയത്തും മടിയുള്ള വ്യക്തിയായിരിക്കും അർത്ഥം. ഈ 9-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതായ വ്യക്തി സദാസമയത്തും മടിയനായിരിക്കും. ഇപ്പോ രാജാക്കന്മാരുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്, ബ്രാഹ്മണരുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിനോട് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനും പ്രയോഗിക്കാനും ഒക്കെ മടിയായിരിക്കും. ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ റെക്കമെൻഡ് പോലുള്ള കാര്യത്തിന് വേണ്ടി ചെല്ലില്ലേ, ആ സമയത്തൊക്കെ അതൊന്ന് പറഞ്ഞു കിട്ടാൻ വളരെ പ്രയാസം ഉണ്ടാവും. കാരണം അത് ആലസ്യത, എല്ലാ സമയത്തും അലസത ഉള്ളവനായിരിക്കും. ധർമ്മവൈഗുണ്യകാരി, ധർമ്മത്തെ വളരെയധികം കൊണ്ടു നടക്കുന്നവനും ആയിരിക്കും. ഹോരയിൽ 9-ാം ഭാവത്തിൽ വ്യാഴത്തിന് തപസ്വി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഏതായാലും ഈ വിഷയത്തിന്റെ സംക്ഷേപിച്ചതായ ഒരു അർത്ഥത്തെ പറയാം. ചതുർഭൂമിഭ്യം തദ്ഗൃഹം തസ്യ ഭൂമിപതേർവല്ലഭോ വല്ലഭാ ഭൂമിദേവ ഗുരൗ ധർമ്മകേ ബാന്ധവാസുർവിനീതാഃ സദാലസ്യത ധർമ്മവൈഗുണ്യകാരി. വ്യാഴം 9-ാം ഭാവത്തിൽ നിൽക്കുന്ന സമയത്തിൽ ജനിച്ച മനുഷ്യന്റെ ഗൃഹം 4 നിലയുള്ളതോ 4 കെട്ടോ ആയിരിക്കും. അവൻ രാജാക്കന്മാർക്ക് ഇഷ്ടനായിത്തീരും. അവന് ബ്രാഹ്മണന്മാർ ഇഷ്ടക്കാരായിരിക്കും. ബ്രാഹ്മണ ഭക്തി ഉള്ളവനായിരിക്കുമെന്ന് താല്പര്യം. അവന്റെ ബന്ധുക്കൾ കൂടി വിനയമുള്ളവരാവും. എന്നാൽ അവൻ അത്യന്തം വിനയശാലിയായി വരുമെന്നത് പ്രത്യേകം പറയേണ്ടതില്ല. എല്ലായ്പ്പോഴും ആലസ്യമുള്ളവനായിരിക്കും. ആലസ്യം എന്നാൽ പ്രവൃത്തികളെ വേഗത്തിൽ തീർക്കാതെ അധികകാലമിട്ട് നീട്ടുന്നതായ ഒരവസ്ഥയെയാണ് ആലസ്യം എന്ന് പറയുക. ധർമ്മവൈഗുണ്യകാരിയുമായിരിക്കും. ധർമ്മത്തെ വേണ്ടും പ്രകാരം അനുഷ്ഠിക്കണം എന്നുള്ളതായ സ്വഭാവത്തെ അംഗീകരിക്കുന്ന പ്രകൃതവും ആയിരിക്കും എന്ന് മനസ്സിലാക്കണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് 10-ാം ഭാവത്തിൽ വ്യാഴം നിന്നാലുള്ളതായ ഫലത്തെക്കുറിച്ച് പറയാം. അപ്പോൾ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.